ജോബ് കാർഡ് ഉണ്ടോ? അതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് ജോബ് കാർഡ് ഉണ്ടോ? അന്ന് ജോബ് കാർഡില്ല, അതിന് മുമ്പുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴുണ്ടോ? അപ്പോൾ ഇല്ല. അന്ന് ബിസിനസ്മാൻ ആയിരുന്നോ? അന്ന് ബിസിനസ്മാൻ അല്ലായിരുന്നു, അതിന് മുമ്പ് ബിസിനസ്മാൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും ബിസിനസ്മാനാണ്, പക്ഷെ ആ സമയത്തല്ലായിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് ആയിരുന്നു, അതിന് മുമ്പ് ബിസിനസ്മാൻ ആയിരുന്നു, അതിന് ശേഷം ബിസിനസ്മാനാണ്. എടോ, അപ്പം ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മൾ തന്നെ. ഇതൊന്നും അങ്ങ് ഒത്തുപോകുന്നില്ലല്ലോ. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യത പോയിട്ട് വ്യക്തതയില്ലാത്ത ഉത്തരങ്ങൾ പോലുമില്ല. പാർട്ടിയിൽ ആരെങ്കിലും തനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് കാത്തിരുന്ന ഫിറോസിക്ക ഒറ്റപ്പെടലിന്റെ മനോവേദനയിൽ ആ സത്യം മനസ്സിലാക്കി. ദുഷിച്ച കാലം വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. വേദനയോടെയാണെങ്കിലും ആ സത്യം തിരിച്ചറിഞ്ഞ ഫിറോസിക്ക തനിക്ക് വേണ്ടി സംസാരിക്കാൻ പുറത്തു വന്നു. എനിക്ക് അത്യാവശ്യ വരുമാനമുണ്ട്, ജീവിക്കാനുള്ള. അത്യാവശ്യമല്ലല്ലോ, അത്യാവശ്യത്തിൽ കൂടുതലുണ്ടെന്നാണല്ലോ തെളിവുകൾ പറയുന്നത്. അല്ല, എന്നിട്ട് ഈ ആവശ്യത്തിന് പണമുള്ളത് പാർട്ടിക്കറിയോ? പാർട്ടിക്ക് അറിയാം, പിന്നെ എന്താ സംശയം? പാർട്ടിക്ക് ഇതൊക്കെ സമ്മതമാണോ? ഞങ്ങൾ പാർട്ടി അനുമതിയൊന്നും വാങ്ങണ്ട. ഓ, അത് പറ. വെറുതെ അല്ല തന്നെത്താൻ വരുത്തി വെച്ചത് തന്നെത്താൻ തീർത്തോളാൻ പാർട്ടി പറഞ്ഞത്. അല്ല, ഒറ്റയ്ക്കാണോ? ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ മാത്രമല്ല. അതാരൊക്കെയാണെന്നൊന്ന് പറയോ? അല്ല, അപ്പൊ എത്രയാ വരുമാനം? അല്ല, വരുമാനം എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പിന്നെ എത്രയാന്ന്? ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. അല്ല, അതെങ്ങനെ വ്യക്തിപരമായ കാര്യമാവും? നിങ്ങട് വ്യക്തമായില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം. അപ്പൊ പിന്നെ എന്തിനീ പൊതുരംഗത്തിറങ്ങി? ബിസിനസ് മാത്രം നോക്കി പോയിക്കൂടേനോ? എനിക്ക് ദുബായ് വിസ മാത്രമല്ല, എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട്, എനിക്ക് UK വിസ ഉണ്ട്, കാനഡ വിസ ഉണ്ട്. അവിടങ്ങളിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമർ അല്ല. എന്താ സംശയം? കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യാം, എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. മാസാക്കിയതാണോ? ഭയങ്കരമാനാള്. ആ ശമ്പളം തരുന്നതിനനുസരിച്ചുള്ള പണി ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്? ആരെ ബോധ്യപ്പെടുത്തണമെന്ന് ഇനിയും വ്യക്തമായില്ല ഫിറോസിക്കയ്ക്ക്. സാരില്ലേ, പയ്യെ മനസ്സിലായിക്കോളേ.